ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകന്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പൊ ലീവ് ഒന്നുമില്ല ഗൈസ്. ഞങ്ങള് രാവിലെ തന്നെ എല്ലാ സ്റ്റാഫുകളും കൂടെ ഒത്തുകൂടാന്നുള്ളൊരു പ്ലാൻ ആണ്. ഒരു 9 മണിയാകുമ്പോഴേക്ക് ഷോപ്പിലേക്ക് റിട്ടേൺ ആവണേ. അപ്പൊ സന്തോഷമാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാൻ റെഡി ആയതും നേരത്തെ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 7:30 ആകുമ്പോഴേക്കും സ്റ്റേഡിയത്തിൽ എത്തണം എന്നാണ് പറഞ്ഞത്. കൊടുവായൂരായതുകൊണ്ട് സ്റ്റേഡിയത്തിൽ നിന്നാണ് ബസ്. അങ്ങനെ എല്ലാ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്കൂൾ ബസ് ആയ പോലെ ആയിരുന്നു കേട്ടോ ഗൈസ്. ഫുൾ ഞങ്ങളുടെ സ്റ്റാഫായിരുന്നു. അങ്ങനെ വീടെത്തി. അടിപൊളി വീടായിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്നും ആഗ്രഹിക്കുന്നൊരു കൊച്ചു വീടെന്ന് പറയുന്ന പോലെ തന്നെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട്. എന്താണെന്ന് പറഞ്ഞാൽ മുകളിലും കൂടി കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. വീടെത്തി നേരെ പോയി വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ ഹാള് അടുക്കളയൊക്കെ ചുറ്റിക്കൊണ്ട് അത്യാവശ്യം നല്ല ഒരു സെറ്റിങ്സും കാര്യങ്ങളായിരുന്നു കേട്ടോ. വീട്ടിന് ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ടൈൽസ് ആയിക്കോട്ടെ, വാൾ പെയിൻറ്റിങ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തു കേട്ടോ. അങ്ങനെ അടിപൊളി വീടെന്ന് പറയാം. എന്താണ് അത്യാവശ്യം കട്ടിൽ അലമാരയൊക്കെ കൊള്ളുന്ന ഒതുക്കുള്ള, പിന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ, പിന്നെ കിച്ചൺ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന നല്ല അടിപൊളി കിച്ചണായിരുന്നു. പിന്നെ മുകളിലോട്ട് സ്റ്റെയർ ഉണ്ട് കേട്ടോ. പിന്നെ മുകളിൽ റൂമുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ മുകളിൽ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നമുക്ക് ഒരു വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ വന്ന് സൂപ്പറായിട്ട് നിന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാറ്റ് നന്നായിട്ട് കൊള്ളുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ സ്റ്റാഫും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോട്ടോസ് വീഡിയോസ് എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും എടുക്കലുണ്ട്. ഒരു പരിപാടിയില്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. രാവിലെ തന്നെ അടിപൊളി ബിരിയാണി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു വല്ല പത്തിരിയും ചിക്കനൊക്കെ ആയിരുന്നു. പക്ഷേ ഇക്ക ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് തന്നെ തന്നെ. അടിപൊളി ബിരിയാണി ചിക്കൻ കറി. ഞാൻ കുറേ ദിവസമായി ഗൈസ് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട്. ബിക്കോസ് ഏട്ടൻ മാല ഇട്ടിട്ട് മെല്ലെ വന്നല്ലുള്ളൂ. അപ്പം ഞങ്ങൾ പത്തിയം മുറിച്ചപ്പോൾ ചിക്കൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഹൗസ് വാമിങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ട്വിസ്റ്റായിപ്പോയി. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് എപ്പോഴും ഇല്ലേ ഈ സെപ്പറേറ്റ് ചിക്കൻ കറിയും ചോറും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്ക അക്ബർ എന്ന പേര്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴാണ് ഗൈസ്, ബസ് സ്റ്റോപ്പ് ഫുൾ ഞങ്ങളുടെ ആൾക്കാരായിരുന്നു. അവിടുത്തെ ഏരിയ മൊത്തം ഞങ്ങൾ കവർ ചെയ്ത പോലെ. അങ്ങനെ ഒരു 9 മണിയാകുമ്പോഴേക്കും കട എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.